Dear students, so we are discussing the pathogen. What are the important pathogen which may influence the disease? In addition to the normal biotic as well as abiotic factors, we can say that some of other abiotic factors like chemical injuries. അല്ലെ, ചില കെമിക്കൽസ് ചിലപ്പോൾ ചില ഡിസീസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പൊല്യൂഷൻ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പൊല്യൂഷൻ നമ്മളിലേക്ക് ചിലപ്പോൾ ഡിസീസായി മാറിയേക്കാം. ദെൻ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവാം, improper cultural practices ഉണ്ടാവാം, depth of sowing, improper irrigation, improper fertilization, then improper harvesting. All these factors which may influence the development of certain diseases. Then survival of pathogen. എങ്ങനെയാണ് ഒരു പാത്തോജൻ സർവൈവ് ചെയ്യുന്നത്? അല്ലേ, എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പാത്തോജൻ സർവൈവ് ചെയ്യപ്പെടുക? ഒന്ന് സോയിൽ, രണ്ട് സീഡ്, മൂന്ന് പ്ലാന്റ് ഡെബ്രീസ്, ക്രോപ്പ് റെസിഡ്യൂസ്, പ്ലാന്റ്സ് ഇറ്റ് സെൽഫ്, കൊലാട്രൽ ഹോസ്റ്റ്, ദെൻ ആൾട്ടർനേറ്റ് ഹോസ്റ്റ്. ഇങ്ങനെ ഈ രീതിയിലാണ് പലപ്പോഴും ഈ പറയുന്ന ഡിസീസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസീസ് അല്ലെങ്കിൽ പാത്തോജൻ സർവൈവ് ചെയ്യുന്നത്. ഒന്നുകിൽ സോയിൽ കണ്ടീഷൻ ആയിരിക്കാം, മറ്റല്ലെങ്കിൽ സീഡ് ആയിരിക്കാം, മറ്റല്ലെങ്കിൽ പ്ലാന്റ് ഡെബ്രീസ് ആയിരിക്കാം, ഓർ ക്രോപ്പ് റെസിഡ്യൂസ് ആവാം, പ്ലാന്റ്സ് ഇറ്റ് സെൽഫ് ആവാം, കൊലാട്രൽ ഹോസ്റ്റ് ആവാം, or we can say that alternate host. All these may influence the development of certain disease. Then dissemination of or dispersal of pathogen. എങ്ങനെയാണ് പാത്തോജൻ ഡിസ്പേഴ്സ് ചെയ്യുന്നത്? അല്ലേ, ഒരു പ്ലാന്റിലേക്ക് എങ്ങനെയാണ് പാത്തോജൻ എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഓട്ടോണോമസ് ഡിസെമിനേഷൻ, സ്വന്തം ചിലപ്പോൾ ഇത് ഡിസെമിനേറ്റ് ചെയ്യും. ബൈ സോയിൽ, ബൈ സീഡ്, ബൈ പ്ലാന്റ് ആൻഡ് പാർട്സ്. ഒന്നുകിൽ ബൈ സോയിൽ ഹെൽപ്പോടുകൂടി, അല്ലെങ്കിൽ സീഡിന്റെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ പ്ലാന്റ് തന്നെ ഒരു പക്ഷേ ഇവരെ ഡിസ്പേഴ്സ് ചെയ്തേക്കാം. ദെൻ പാസീവ് ഡിസെമിനേഷൻ. പാസീവ് ആയിട്ട് എങ്ങനെ, അതായത് പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത് പോകുന്നത്? ബൈ എയർ വഴി പോവാം, ബൈ വാട്ടർ വഴി പോവാം, ബൈ വെക്ടേഴ്സ് വഴി പോവാം, ബൈ ഹ്യൂമൻസ് വഴി പോവാം. ഈ മൂന്ന് രീതിയിലൂടെയും എന്ത് സംഭവിക്കാം? ഈ പറയുന്ന ഓർഗാനിസത്തിനെ ഡിസെമിനേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. We can see another important factors. According to parts of the plant affected, ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റിന്റെ പാർട്ടിനാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസീസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. They are called root diseases. എന്താണ് റൂട്ട് ഡിസീസസ്? ദ ഡിസീസ് വിച്ച് അഫക്ട് റൂട്ട് ഓഫ് പ്ലാന്റ്സ്. റൂട്ടിനെ മാത്രമേ ബാധിക്കൂ. അങ്ങനെയുള്ള കുറെ ഡിസീസ് ഉണ്ട്. എക്സാമ്പിൾ, റൂട്ട് റോട്ട് ഓഫ് വെജിറ്റബിൾസ്. പല റൂട്ടുകൾക്കും ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് റൂട്ട് റോട്ട്. ദെൻ സ്റ്റെം ഡിസീസസ്. സ്റ്റെമ്മിന് ഒരു ഡിസീസ് ഉണ്ടാവും, എഫക്ട് സ്റ്റെം ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, എക്സ്പെരിമെന്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ്, സ്റ്റെം ഗോൾ ഓഫ് കൊറിയാൻഡർ. സ്റ്റെം ഗോൾ ഉണ്ടാവും, കൊറിയാൻഡറിന്റെ സ്റ്റെം ഗോൾ നമുക്ക് വേണേൽ അത്തരത്തിലുള്ള ഇത് ആയിട്ട് കാണാം. ഫോളിയർ ഡിസീസസ് ഉണ്ടാവും, ഫോളിയർ ഡിസീസ് നമുക്ക് വേണേൽ കാണാം, എഫക്ട് ഫോളിയർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. എക്സാമ്പിൾ, ലീഫ് സ്പോട്ട് ഓഫ് സോർഗം. ഫോളിയർ ഡിസീസ് ആണ്, ലീഫിന്റെ ഡിസീസ് ആണ്. ദെൻ ഫ്രൂട്ട് ഡിസീസ്, എഫക്ട് ഫ്രൂട്ട് ഓഫ് പ്ലാന്റ്സ്. എക്സാമ്പിൾ, ഫ്രൂട്ട് റോട്ട് ഓഫ് ബ്രിഞ്ചാൽ. ഇതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് കാണാം? ഡിസീസിനെ കാണാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, the most important diseases are root diseases, stem diseases, foliar disease and fruit disease. According to host plant affected, host plant എഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, ഹോസ്റ്റ് പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡിസീസിനെ ക്ലാസിഫൈ ചെയ്യാം. They are field crop disease, then vegetable diseases, fruit tree diseases, forest diseases and forage crop diseases. They are field crop diseases, vegetable diseases, fruit tree diseases, forest diseases and forage crop diseases. So we can say that the most important aspects of the disease is nothing but they are field crop disease, vegetable diseases, fruit tree diseases and forest diseases and forage crop diseases according to the host plant effect. ഹോസ്റ്റ് പ്ലാന്റിനെ എൻറ്റയർ ആയിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ള ക്രൈറ്റീരിയയിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന ഡിസീസ് പാറ്റേൺ ആണിത്. Then we can say that according to the mode of multiplication of the pathogen, according to the mode of multiplication of pathogen,
simple interest monocyclic diseases. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മോണോസൈക്ലിക് ഡിസീസ് നമുക്ക് കാണാം. ഓൺലി one cycle of pathogen complete in one season. Example, loose mut of wheat. Then compound interest, polycyclic disease, several cycles of pathogen complete in one season. Example, black rust of wheat. ഇതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ കഴിയുന്ന ചില ഡിസീസുകളാണ്. According to major causal agent, ചില പ്രധാനപ്പെട്ട കോസൽ ഏജന്റ് ബേസിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയും. ഇൻഫെക്ഷ്യസ് ഡിസീസ്, ദേ ആർ ഫംഗൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, viral diseases, nematode diseases, and algae diseases. These are some of the most important infectious disease. Infectious disease ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Then next one is called non-infectious disease. Non-infectious disease, disease caused by temperature, disease caused by air pollution, disease caused by mineral toxicity, disease caused by toxicity of pesticide, disease caused by nutritional deficiency, disease caused by acidity, alkalinity. That is what is called a non-infectious disease. Okay, so we have to see different type of disease. ചിലപ്പോൾ ഒരു സ്റ്റെമ്മിനെ ബാധിക്കുന്നതായിരിക്കാം, ചിലപ്പം ഒരു ലീഫിനെ ബാധിക്കുന്നതായിരിക്കാം, ചിലപ്പം ഒരു റൂട്ടിനെ ബാധിക്കുന്നതായിരിക്കാം. So we can say that there are different type of diseases which may influence, which may act as an important reason for the creation or the development of certain diseases. Then according to occurrence, എങ്ങനെയായിരിക്കും ഡിസീസ് കാണുന്നത്? എൻഡമിക് ഡിസീസ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണ് എൻഡമിക്. This disease appear in a limited area. അല്ലെ, ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ചില ഡിസീസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, ഈ പാലക്കാട് ജില്ലയിലെ ഒരു ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തെ കുട്ടികൾക്കൊന്നും പല്ലുണ്ടാവില്ല. എന്തേ പല്ലില്ലാതിരിക്കുന്നത്? തീരെ പല്ലില്ല. 15 വയസ്സായ കുട്ടികൾക്കൊന്നും പല്ലുണ്ടാവില്ല. കാരണം ഇറ്റ്സ് വെരി ഡിസീസ്, ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് ഡിസീസ്. ചിറ്റൂർ ഭാഗത്തുള്ള പാറയിൽ നിന്ന് ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ചൂടുകാലത്തും ഇറങ്ങി വരും. ഈ പറയുന്ന ഫോസ്ഫറസ് തൊട്ടടുത്തുള്ള കിണറിലേക്ക് വരികയും ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഫോസ്ഫറസ് കണ്ടന്റ് കുട്ടികളുടെ ശരീരത്തിലെത്തും. ചെറിയ കുട്ടികളാണ്, വലിയ കുട്ടികളല്ല, മുതിർന്ന കുട്ടികളല്ല, ചെറിയ കുട്ടികൾ. അപ്പൊ സാധാരണ പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല്ല് വരും അല്ലേ? മിൽക്കി ആയിട്ടുള്ള ടീത്ത് പോയിട്ട്, നിങ്ങൾക്കറിയാം, സൂളജിലുള്ള ആൾക്കാർക്ക് അവർക്കറിയാം, പിന്നെന്ത് ചെയ്യും, നല്ല പല്ല് വരും. ബട്ട് ഈ 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലേക്ക് ഫോസ്ഫറസിന്റെ ഇൻഫ്ലുവൻസ് വന്നിട്ട് കംപ്ലീറ്റ് പല്ലുകൾ നഷ്ടപ്പെട്ടു പോയി. ദാറ്റ് ഇസ് എ എൻഡമിക് ഡിസീസ്. ആ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലില്ലല്ലോ. ദിസ് ഡിസീസ് അപ്പിയർ ഇൻ എ ലിമിറ്റഡ് ഏരിയ. ഡിസീസസ് അപ്പിയർ എവറി ഇയർ. This do no cause more loss. Example, early blight of potato. അപ്പൊ നമ്മൾ പ്ലാന്റ് പാത്തോളജി ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരും. ദാറ്റ് ഈസ് കോൾഡ് സീസണൽ, ദാറ്റ് ഈസ് കോൾഡ് എൻഡമിക്. ദെൻ ഡു നോ കോസ്, ഒരു തരത്തിലുള്ള കോസും ഉണ്ടാവില്ല. മോർ ലോസ്, വി ക്യാൻ സേ ദാറ്റ് ഒരുപാട് നഷ്ടങ്ങൾ പ്ലാന്റിൽ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. ഇതെപ്പോഴും ഉണ്ടാവുന്നതാണ്. ഈ പൊട്ടറ്റോന്റെ ഏർലി ബ്ലൈറ്റ് ഡിസീസ് വരാറുണ്ട്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് എൻഡമിക് ഡിസീസ്. ദെൻ എപ്പിഡമിക് ഡിസീസ്. എപ്പിഡമി എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയുന്നത് പാൻഡമിക് എന്നാണ് അല്ലെ. കൊറോണ ഈസ് എ പാൻഡമിക്. എന്താണ് എപ്പിഡമിക് ഡിസീസ് ഓർ എപ്പിഫൈറ്റിക് ഡിസീസ്? ദിസ് അപ്പിയർ ഇൻ എ ലാർജ് ഏരിയ. വലിയ ഏരിയയിൽ വരുന്നതാണ് എപ്പിഡമിക് എന്ന് പറയാം. പാൻഡമിക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഡിസീസ് അപ്പിയർ പീരിയോഡിക്കൽ ആയിട്ട് വരും. ദിസ് ഡിസീസ് കോസ് മോർ ലോസ്. അതും എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡിസീസ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. എക്സാമ്പിൾ, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ, അനദർ ഇമ്പോർട്ടന്റ് ഡിസീസ്. അപ്പോൾ ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഉണ്ട്, ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഉണ്ട്. ഇതൊക്കെ എപ്പിഡമിക്കും അതേപോലെ തന്നെ എൻഡമിക്കും ആയിട്ട് വരുന്ന ഡിസീസുകളാണ്. ദെൻ സ്പൊറാഡിക് ഡിസീസ്, അനദർ ഇമ്പോർട്ടന്റ് ഡിസീസ് ആണ്. ദിസ് ഡിസീസ് ആർ സ്പൊറാഡിക്, അപ്പിയർ ഓൺ ഇറഗുലർ ഇന്റർവെൽ. ദിസ് ഡിസീസ് കോസ് ലെസ് ലോസ് ദാൻ എപ്പിഡമിക് ഡിസീസ്. എക്സാമ്പിൾ, പൗഡറി മിൽഡ്യൂ ഓഫ് മാംഗോ. മാവിന്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പൗഡർ പോലെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചർ കാണാം ലീഫിന്റെ മുകളിൽ. എന്താണെന്ന് അറിയോ നിങ്ങൾക്കത്? അത് പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്ന ഡിസീസ് ആണ്. ദാറ്റ് ഡിസീസ് ഈസ് എ സ്പൊറാഡിക് ഡിസീസ്. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഈസ് എൻഡമിക് ഡിസീസ്, what is epidemic disease, what is sporadic disease. What is sporadic disease?
These diseases are sporadic, appear on irregular interval. Irregular ആണ്, തോന്നുന്ന സമയത്ത് വരും പോകും. This disease cause less loss than epidemic disease. മറ്റ് ഡോസിനേക്കാളിലും മറ്റ് ഡിസീസിനേക്കാളും ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയ ലോസ് ചെടികളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. The most important example is powdery mildew of mango. Then another one is called pandemic disease. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പാൻഡമിക്കലാണ് അല്ലേ, കൊറോണ പാൻഡമിക്കലാണ്, കോവിഡ് പാൻഡമിക്. വാട്ട് ഇസ് പാൻഡമിക്? This disease appear in a whole world, continent, subcontinent. അല്ലേ, ലോകം മുഴുവനാണ്, ലോകത്ത് മുഴുവൻ. അതുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്ന BSc കുട്ടികളും അമേരിക്കയിൽ പഠിക്കുന്ന BSc കുട്ടികളും ഒക്കെ ഒരേപോലെയാണ്, കാരണം അവർ ഓൺലൈനിലാണ്. അതുകൊണ്ട് ഒരിക്കലും എഡ്യൂക്കേഷൻ അത്ര എഫക്ട് ചെയ്യുന്നില്ല. ലോകം മുഴുവൻ ഈ ഒരു അവസ്ഥയിലുള്ളത് കൊണ്ട് എല്ലാവരും ഒരേപോലെ എഡ്യൂക്കേഷനാണ് നേടുന്നത്. അതുകൊണ്ട് വേൾഡിലെ മൊത്തം കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് we have to adjust that. So what is pandemic? Those disease which may influence or which appear in the entire world, continent, subcontinent, etc. appear at periodic interval. Periodic interval ആണ് അല്ലേ, 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പറയാറില്ലേ, ഇത് വന്നു, അടുത്ത സീസണിൽ വേറൊന്ന് വരും, അടുത്ത സ്റ്റേജ് തേർഡ് വേവ് വരും, സെക്കൻഡ് വേവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, തേർഡ് വേവിൽ വരും എന്നൊക്കെ പറയാറില്ലേ. ഡിഫറെന്റ് വേവിലോട്ട് മാറിക്കൊണ്ട് ലോകം മുഴുവനും വ്യാപരിച്ചു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസീസിന്റെ പേരാണ് പാൻഡമിക്. ദിസ് കോസ് ഹെവി ലോസ്. വലിയ നഷ്ടമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെട്ടു, സാമ്പത്തികമായിട്ട് നമുക്ക് ജോലി നഷ്ടപ്പെട്ടു. ലോകം മുഴുവനും നഷ്ടങ്ങളുടെ കഥകൾ മാത്രം പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന പാൻഡമിക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ കുറെ കാലം കഴിഞ്ഞാൽ പാൻഡമിക്കിനെ കുറിച്ച് ലോകത്ത് വലിയ നോവലുകൾ വരും, ലോകത്ത് വലിയ സാഹിത്യ സൃഷ്ടികൾ വരും, ലോകത്ത് വലിയ വലിയ സിനിമകൾ വരും. ചരിത്രം അങ്ങനെ പുസ്തകമായിട്ടും സിനിമയായിട്ടും ഒക്കെ മാറും. നമ്മളൊക്കെ അതിലൊരു കഥാപാത്രമാണ് എന്നുള്ളതാണ്. നമുക്ക് പറയാൻ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. കുട്ടികളൊന്നും ക്യാമ്പസിൽ പോയിരുന്നില്ല, 2 കൊല്ലം കോളേജ് അടിച്ചിരുന്നു, കവിതയില്ലായിരുന്നു, കഥകളില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് ആണ് നമ്മളിപ്പോൾ ജീവിച്ചത്. നാളെ ഒരു പക്ഷേ ഇത് ചരിത്രമാവാം. അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഡിസീസിന്റെ പേരാണ് പാൻഡമിക് ഡിസീസ്. എക്സാമ്പിൾ ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. ഇതും നമ്മൾ ചെടിയുടെ വെച്ചുകൊണ്ടാണ് എക്സാമ്പിൾ പറയുന്നത്. ആസ് വി നോ, വി ആർ ലിവിംഗ് ഇൻ എ പാൻഡമിക് ഈവൻ ദോ വി ആർ സ്റ്റഡിങ് നൗ ആസ് എ pathology. That's why we are including all plant type diseases. That is the most important pandemic disease called late blight of potato. So കുട്ടികളെ, നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ. പലതരത്തിലുള്ള ഡിസീസും നമ്മൾ പറഞ്ഞു അല്ലേ. വളരെ പ്രധാനപ്പെട്ട പാത്തോജൻ എന്താന്ന് പറഞ്ഞു, ഡിസീസ് എങ്ങനെ വരുന്നു, ഏതൊക്കെ ഡിസീസ് ഉണ്ടാവുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾ ഈ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. That we have to discuss. Thank you.